സങ്കീർത്തനക്കാരൻ ദൈവ മക്കളോട്, ദൈവസഭയോട് ആവശ്യപ്പെടുകയാണ്, വരുവീൻ, നാം യഹോവയ്ക്ക് ഘോഷിച്ച് ഉല്ലസിക്കുക. അടുത്തത്, നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുവീൻ. വരുവീൻ, നാം യഹോവയ്ക്ക് ഉല്ലസിച്ച് ഉല്ലസിച്ച് ഘോഷിക്കുക. ഘോഷിച്ച് ഉല്ലസിക്കുക, അതിനും കുഴപ്പമൊന്നുമില്ല, വഴക്കൊന്നുമില്ല. എന്തായാലും ചെയ്താൽ മതി. ഉല്ലസിച്ച് ഘോഷിക്കുക. നമ്മുടെ രക്ഷയുടെ പാറയ്ക്ക് ആർപ്പിടുക. രണ്ടാമത്തെ വാക്യത്തിൽ പറയുന്നു, സ്തോത്രത്തോടെ അവന്റെ സന്നിധിയിൽ ചെല്ലുക, സങ്കീർത്തനങ്ങളോടെ അവന്. ദൈവത്താൽ തിരഞ്ഞെടുക്കപ്പെട്ട ദൈവജനം ദൈവസന്നിധിയിൽ വരുമ്പോൾ എങ്ങനെ ആയിരിക്കണം എന്നുള്ള സങ്കീർത്തനമാണ്. സങ്കീർത്തനം എങ്ങനെ വരണം? സ്തോത്രത്തോടെ ദൈവസന്നിധിയിൽ വരണം. എന്നിട്ട് എന്ത് ചെയ്യണം? വന്ന് ഇരുന്നിട്ട് എന്ത് ചെയ്യണം? എല്ലാം കണ്ണടച്ച് ഉറങ്ങണമെന്നല്ല, യഹോവയ്ക്ക് ഘോഷിച്ച് ഉല്ലസിക്കുക. മലയാളത്തിൽ ഘോഷിച്ച് ഉല്ലസിക്കുക എന്നാണെങ്കിലും ഇംഗ്ലീഷിൽ കൊടുത്തിരിക്കുന്നത് come let us sing to the Lord. വന്ന് ദൈവത്തെ പാട്ട് പാടാൻ. അതാണ് അർത്ഥം. വന്ന് മയിൽക്കുറ്റി പോലെ ഇരിക്കരുതെന്ന്. കണ്ടിട്ടുണ്ടോ? റോഡ് സൈഡിലൊക്കെ വെച്ചിരിക്കുന്ന മയിൽക്കുറ്റി. ഇവിടെ നിന്ന് കോട്ടയത്തേക്ക് പോകണമെങ്കിൽ കോട്ടയം വരെ ഇത്ര കിലോമീറ്റർ. ഇവിടുന്ന് അടുത്ത വെമ്പായം എത്തുമ്പോൾ അവിടെ ഒരു മയിൽക്കുറ്റി ഇരിപ്പുണ്ട്, അതിൽ എഴുതി വെച്ചിട്ടുണ്ട് ഇവിടുന്ന് കോട്ടയം വരെ ഇത്ര കിലോമീറ്റർ. അതിന് ഒരു അനക്കവും ഇല്ല. കാറ്റടിച്ചാലും അനക്കമില്ല, മഴ പെയ്താലും അനക്കമില്ല, വെയിലടിച്ചാലും അനക്കമില്ല. അത് അങ്ങനെ തന്നെ ഇരിക്കും, കൊണ്ടുവച്ചതുപോലെ ഇരിക്കും. അങ്ങനെ ആരും ഇരിക്കരുതെന്ന്. ദൈവത്തിന്റെ സന്നിധിയിൽ വന്ന് നീ പാട്ടുപാടണം. ഇവിടെ നമ്മുടെ പാട്ട് പാടിയല്ലോ, പ്രിയ അജാനും കുഞ്ഞൊക്കെ പാട്ട് പാടിയല്ലോ. അവര് പാടിയ പാട്ട് ആരോ എഴുതി പാടിയ പാട്ടാണ്. വർഷങ്ങൾക്ക് മുൻപ് ആരോ എഴുതി പാടിയ പാട്ടാണ്. നമ്മൾ ഇന്നും എന്ത് ചെയ്യുന്നത്? ദൈവത്തിന്റെ വചനം പറയുന്നത് യഹോവയ്ക്ക് പുതിയ പാട്ട് പാടുവീൻ. എത്ര പേര് പുതിയ പാട്ട് പാടുന്നു? നമ്മളെ സാധു കൊച്ചു കുഞ്ഞു ഉപദേശി വർഷങ്ങൾക്ക് മുൻപ് കുറിച്ചു വെച്ചതും KV സൈമൺ സാർ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എഴുതി വെച്ചതും ME ചെറിയ സാർ അദ്ദേഹത്തിന്റെ അനുഭവത്തിൽ എഴുതി വെച്ചതും ഒക്കെയാണ് നമ്മൾ ഇപ്പോഴും മുട്ടങ്കി വർഗീസ് അപ്പച്ചനൊക്കെ അടലേറും ജീവിതമരുവിൽ അവരുടെ അനുഭവത്തിൽ അവർ ദൈവത്തിന് പാടി സ്തുതിച്ച പാട്ടുകളാണ് നമ്മൾ ഇപ്പോഴും എടുത്തു വെച്ച് എന്ത് ചെയ്യുന്നത്? കർത്താവിനെ ഒട്ടിച്ചങ്ങോട്ട് പെരുപ്പിക്കുന്നത്. പക്ഷെ ദൈവത്തിന്റെ വചനം പറയുന്നത് ദൈവസന്നിധിയിൽ വരുമ്പോൾ പുതിയ പാട്ട് പാടണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് എത്ര പുതിയ പാട്ട് കിട്ടിയാലല്ലേ വാസ്തു. ആണോ? അങ്ങനെയാണോ? നിങ്ങളുടെ ഇരിപ്പൊക്കെ കണ്ടിട്ട് പുള്ളി ഏതാണ്ട് പുതിയ ഉപദേശം തട്ടി വിടുന്ന പോലെയാണ്. ഇല്ലില്ല, ഞാൻ വിശുദ്ധ വേദപുസ്തകത്തിന്റെ വാക്യമാണ് നിങ്ങളോട് പറഞ്ഞത്. പുതിയ പാട്ട് പാടണം. ഇനി പുതിയ പാട്ടൊന്നും കിട്ടിയില്ലെങ്കിലും കുഴപ്പമില്ല. പക്ഷേ ഒരു പുതിയ അനുഭവത്തോടു കൂടി അവൻ എന്ത് ചെയ്യണം? ഇന്നലെ പാടിയ ഒച്ചത്തിലല്ല, ഇന്നലെ പാടിയ അനുഭവത്തിലല്ല, ഇന്നലെ പാടിയ ആ താളത്തിലല്ല, ഇന്നലെ പാടിയ ആ രാഗത്തിലല്ല, ഇന്നലെ പാടിയ ആ ഊർജത്തിലല്ല. ഇന്ന് പകലിൽ ദൈവത്തിന്റെ സന്നിധിയിൽ നീ വരുമ്പോൾ പുതിയ അനുഭവത്തോടുകൂടി. പഴയ പാട്ടായാലും കുഴപ്പമൊന്നുമില്ല, പിണക്കമൊന്നുമില്ല. അതുകൊണ്ട് നിങ്ങൾ ഇനി അടുത്തായിട്ട് പറയരുത്, പാസ്റ്ററെ പുതിയ പാട്ട് ഞാൻ എഴുതിയില്ലോട്ട് പാടത്തിൽ നിന്നും ആരും പറയരുത്. പഴയ പാട്ട് പാടിയാലും കുഴപ്പമില്ല, ദൈവം കോപിക്കത്തൊന്നുമില്ല. പിന്നെ പുതിയ അനുഭവത്തോടുകൂടി എന്ത് ചെയ്യണം? ഹലോ ഹലോ ഇടയ്ക്കിടയ്ക്ക് ഞാൻ എന്റെ ചർച്ചയിൽ എപ്പോഴും പറയാറുള്ള കാര്യമാണ്, നമുക്ക് പുട്ടിന് രുചി കൂടാൻ വേണ്ടിയിട്ട് ഇടയ്ക്കിടയ്ക്ക് എന്ത് ചെയ്യും? തേങ്ങാപ്പേര് ഇഡ്ഡലിയും പുട്ട് തന്നെയാണ്. പക്ഷെ തേങ്ങാപ്പേര് ഇടുന്നതിന് 2-3 കാര്യങ്ങളുണ്ട്. ഒന്നാമത്തെ കാര്യം തന്നെ പെട്ടെന്ന് ആവി വരും.
രണ്ട്, കഴിക്കുമ്പോ രുചി ഉണ്ടാകും. അല്ലേ? അപ്പം നിങ്ങളെ ഇടയ്ക്കിടയ്ക്ക് സ്തോത്രം അല്ലെങ്കിൽ ഒക്കെ പുറകെ ഇരുന്ന് കയ്യൊക്കെ എടുത്ത് കാണിച്ച് എനിക്കും ഒരു സന്തോഷമാകും. നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടെന്ന് എനിക്കും ഒരു. നമ്മളിന്ന് പകൽ എന്തിനാണ് വന്നത്? സമ്മാനം മേടിച്ചിട്ട് പോകാനാണോ? ട്രോഫി മേടിച്ചിട്ട് പോകാനാണോ വന്നേ? ഇത് കഴിയുമ്പോൾ വിഭവ സമൃദ്ധമായ ഫുഡ് ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. ഇല്ല പാസ്റ്ററെ? ഇല്ലെങ്കിൽ ഞങ്ങൾ വിടത്തില്ല. അത് വേറെ ഫുഡ് ഇവിടെ ഉണ്ട്. അത് കഴിക്കാൻ വേണ്ടിയാണോ വന്നത്? ഇത്രയും അതിരാവിലെ ഉണർന്ന് എഴുന്നേറ്റ് തണുത്ത വെള്ളത്തിൽ കുളിച്ച് കൊണ്ടേയും പോയി എല്ലാം വന്ന് ഭക്ഷണം കഴിക്കാനാണോ? ഒറ്റ ലക്ഷ്യമുള്ളൂ, ദൈവമക്കൾ ഒരുമിച്ച് ദൈവത്തെ ആരാധിച്ചു. ഇന്ന് പകൽക്കാലം ഞാൻ നിങ്ങളോട് ചോദിക്കുന്ന ഒരു ചോദ്യം, എത്ര പേര് ദൈവത്തെ ആത്മാർത്ഥമായി ആരാധിച്ചു? എത്ര പേര് ദൈവത്തെ ഹൃദയം കൊണ്ട് ദൈവത്തെ ആരാധിച്ചു? എത്ര പേര് തങ്ങളുടെ ദേഹം കൊണ്ട്, ദേഹി കൊണ്ട്, ആത്മാവ് കൊണ്ട് ദൈവത്തെ ആരാധിച്ചു? ആരാധന എന്ന് പറയുന്നത് നമ്മുടെ കൈ ചലിപ്പിക്കുന്നതല്ല, ഉച്ചത്തിൽ നമ്മൾ പാടുന്നതല്ല. ആരാധന എന്ന് പറയുന്നത്, ആരാധന എന്ന് പറയുന്നത് സർവശക്തനായ ദൈവത്തെ ഞാൻ എന്റെ ശരീരത്തിൽ അനുഭവിച്ചിട്ട് ഞാൻ അവന് കൊടുക്കുന്ന മഹത്വമാണ് ആരാധനയെങ്കിൽ. ദൈവസന്നിധിയിൽ മുട്ടുമടക്കിയിരിക്കുന്ന ദൈവമക്കളെ, ദൈവസന്നിധി വരുമ്പോഴൊക്കെയും ആ ദൈവത്തിന്റെ പ്രസൻസ് അനുഭവിക്കുവാനുള്ള ഒരു ദൈവിക ദാഹം നമ്മുടെ ഉള്ളിൽ ഉണ്ടായിരിക്കണം, ഒരു ദൈവിക കൃപ നമ്മിൽ ഉണ്ടായിരിക്കണം. അവൻ എങ്കിൽ മാത്രമേ ആ ദൈവശക്തിയിൽ നിറഞ്ഞ്, അഭിഷേകത്തിൽ നിറഞ്ഞ്, ആത്മാവിൽ നിറഞ്ഞ് ദൈവത്തെ നമുക്ക് ആരാധിക്കുവാനായി കഴിയുകയുള്ളൂ. അങ്ങനെ ദൈവത്തെ ആരാധിക്കുന്നവരുണ്ടെങ്കിൽ ആ കരങ്ങളെ അടിച്ച് സർവ്വതും മറന്ന് ദൈവത്തെ അന്യഭാഷകളിൽ അല്പസമയം ആരാധിക്കട്ടെ. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. ദൈവം ആരാധനയ്ക്ക് യോഗ്യനാണ്. Praise the Lord. വരിക, വന്ന് ദൈവത്തിന് പാട്ട് പാടുക. ഇംഗ്ലീഷിൽ അങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത് അല്ലെ? കം ലെറ്റ് us sing at the Lord എന്ന് പറഞ്ഞാൽ വരിക, വന്ന് ദൈവത്തിന് പാടുക. എന്തിനാണ് പാടുന്നത്? Let us make a joyful noise of the rock of the salvation. അവൻ എന്റെ രക്ഷയുടെ പാറയായിരിക്കുന്നത് കൊണ്ട് ഞാൻ അവന് പാട്ട് പാടും. രക്ഷയുടെ പാറയുടെ പ്രത്യേകത എന്നറിയാമോ? അവൻ ഈ രക്ഷ സാഹചര്യം വരുമ്പോൾ അവൻ തുള്ളിക്കളിക്കത്തില്ല. ഈ രക്ഷ സാഹചര്യം വരുമ്പോൾ ഒരു സ്ഥാനത്ത് നിന്ന് മാറിപ്പോകത്തില്ല. നിന്റെ മേൽ ദൈവം തന്നിരിക്കുന്ന രക്ഷ അത് നിത്യമായ രക്ഷയാണ്. ഞാൻ എന്റെ ഒരു അനുഭവം പറയാം. പണ്ട് ഞങ്ങൾ ഹൈന്ദവ മാർഗത്തിൽ ആയിരുന്ന കാലത്ത് തൊട്ടതിനും പിടിച്ചതിനെല്ലാം ഞങ്ങൾക്ക് പ്രശ്നമാണ്. കഷ്ടതയോട് കഷ്ടത, പ്രതികൂലങ്ങളോട് പ്രതികൂലം. അപ്പൊ ഞങ്ങൾ പ്രശ്നം വയ്ക്കാൻ വേണ്ടി പോയി. ഇപ്പോഴൊന്നുമല്ല, ഒരു 26 വർഷങ്ങൾക്ക് മുൻപ് നടന്ന സംഭവമാണ് പറയുന്നത്. ഇന്നിത് കേട്ടിട്ട് വീട്ടിൽ പോയി ആരും പറയുന്നത് അനീഷ് പാസ്റ്റർ പ്രശ്നം വയ്ക്കാൻ പോയതൊന്നും ആരും പറയരുത്. 26 വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്. ഞങ്ങൾ രക്ഷയിലേക്ക് വന്നില്ല, കർത്താവിനെ അറിഞ്ഞില്ല, ഞങ്ങൾ ഹൈന്ദവ വിശ്വാസത്തിൽ ജീവിക്കുന്ന കാലം. അപ്പോ ഞങ്ങള് ഇങ്ങനെ ഒരു എന്താ പറയാ, ഈ മന്ത്രവാദം ചെയ്യുന്ന ഒരാളുടെ അടുക്കിൽ പോയി, പ്രശ്നം വെക്കക്കാരുടെ അടുത്ത് പോയി. അവിടെ ചെന്നപ്പോ പ്രശ്നമൊക്കെ വെച്ച് നോക്കിയപ്പോൾ പറഞ്ഞു, വളരെ ഗുരുതരമായ പ്രശ്നത്തിലൂടെയാണ് ഞങ്ങളുടെ കുടുംബം കടന്നു പോകുന്നത്. അപ്പോൾ അതുകൊണ്ട്